പണ്ട് കാലങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ തറവാട്ടിലും, നമ്മുടെ തറവാടുകളിലെല്ലാം ഈ 40-45 ഡിഗ്രി, 50 ഡിഗ്രി, 60 ഡിഗ്രി ലെവൽസിൽ നമുക്കൊരു കൂരയുണ്ടാവും. അതിൻ്റെ മുകളിൽ അത് മുഴുവൻ മരം വെച്ചുകൊണ്ട് പട്ടിക വെച്ചുകൊണ്ട് അതിന് മുകളിൽ ഓട് പാകിയിട്ടാണ് അന്നത്തെ കാലത്ത് ഈ കൺസ്ട്രക്ഷൻസ് മുഴുവൻ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ എല്ലാ റൂഫിങ്, ഇനി സ്ട്രക്ചറൽസ് ഇതിന് മുഴുവൻ യൂസ് ചെയ്യുന്നത് MS-ഉം GA-യുടെയും സെക്ഷൻസ് ആണ്. ഈ സെക്ഷൻസ് നമുക്ക് ഏത് ഡിഗ്രിയിൽ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവരാം. ഇറ്റ് ക്യാൻ ബി വെരി ആസ് ഷാർപ്പ് ആസ് 30 ഡിഗ്രീസ്, ഇറ്റ് ക്യാൻ ബി ഈസി ആസ് 40 or 50 or 60. നമുക്ക് ഏത് കണ്ടീഷനിലും നമുക്ക് കൊണ്ടുവരാം. ഇതിപ്പോൾ വെൽഡിങ് ജോയിൻസ് ആയത് കാരണം നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇന്നത്തെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓട് പാകുകയാണെങ്കിലും അതിൻ്റെ താഴെയായിട്ട് അതിൻ്റെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഇഷ്ടംപോലെ ഷീറ്റ്സ് ഉണ്ട്. ഇപ്പോൾ GI ഷീറ്റ്സ്, GI കോയിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ MS കോട്ടഡ് ഷീറ്റ്സ് വരുന്നുണ്ട്, അലുമിനിയം ഷീറ്റ്സ് വരുന്നുണ്ട്. നമുക്ക് ആഗ്രഹിക്കുന്ന നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ കളറും ഡിസൈൻസിലും ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ട് ഇഷ്ടംപോലെ ഷീറ്റ്സിൻ്റെ ചോയ്സ് ഉണ്ട്. സോ ഇതും എല്ലാവിടെയും നമ്മളിപ്പോൾ എറണാകുളം മാതിരിയുള്ള സ്ഥലങ്ങളിൽ വേർ ദ സോയിൽ ഈസ് സോ സോഫ്റ്റ്, ഈ സോയില് ഒരു കൺസ്ട്രക്ഷൻ നടത്തിയെന്ന് വെച്ചാൽ 1-2 വർഷം കഴിയുമ്പോഴേക്കും there is a possibility that the building can develop cracks. അപ്പോൾ മുകളിൽ നമുക്ക് എപ്പോഴും ഒരു നനവും ബാക്കിയുള്ള കാര്യങ്ങൾ, വാട്ടർ സീപ്പേജ് ഉള്ളിൽ കിടക്കാതിരിക്കാൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ വീട്ടിലും തന്നെ there is a structure which is there to protect the house, the apartment or a house from water, sun and water. ഈ സ്ട്രക്ചർ മുഴുവൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 98% or 100% I would say ഇതെല്ലാം ചെയ്തിട്ടുള്ളത് structural materials, MS or GI structural materials and GI sheets or MS sheets or coated sheets, aluminum sheets, ഇത് വെച്ചുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ഈ കാലത്ത് വളരെ പ്രസക്തിയുള്ള ഒരു കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ കണക്കാക്കണം.